ഹലോ, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ബോട്ടിലാട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതേപോലത്തെ ഒരു ബോട്ടിലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ കുപ്പിയുടെ അടപ്പും കാര്യങ്ങളൊക്കെ ഞാൻ റിമൂവ് ചെയ്ത് കളയാണ്. അപ്പോൾ ഇതൊരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെറ്റീരിയലാണ് തോന്നുന്നു. അപ്പോൾ അത് ഞാൻ ആദ്യം തന്നെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ഒന്നും ഇങ്ങനെ തെക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ കോട്ടിങ് വെറുതെ പിന്നെ കത്രിക കൊണ്ട് പെട്ടെന്ന് വെട്ടിയെടുത്താൽ ഇളകിപ്പോരും. ഒരു 5 മിനിറ്റിൻ്റെ കാര്യം തന്നെയുള്ളൂ ഇത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ റിമൂവ് ആക്കിയിട്ട് ഇത് നന്നായിട്ട് കഴുകിയിട്ട് ഉണക്കാൻ വയ്ക്കുക. അപ്പോൾ ഞാൻ അടുത്തത് ഒരു ബേസ് കോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ വാൾപുട്ടിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഞാനിതൊരു പരീക്ഷണം ചെയ്ത് നോക്കുകയാണ് കേട്ടോ. വാൾപുട്ടി ഉപയോഗിച്ചിട്ട് എല്ലാവരും പ്ലാസ്റ്റർ പാരീസും പിന്നെ നമ്മുടെ പൗഡറൊക്കെ ഉപയോഗിച്ചിട്ടാണ് ചെയ്ത് കണ്ടിരിക്കുന്നത്. അപ്പോൾ ഒന്ന് വാൾപുട്ടി ഉപയോഗിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 ടീസ്പൂണ് വാൾപുട്ടിയും ഒരു 3 ടീസ്പൂണ് വൈറ്റ് പെയിൻറ്റും ആണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്ത് വേണമെങ്കിൽ ഇച്ചിരി ഫെവിക്കോളും കൂടി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് കുപ്പിയിലേക്ക് അപ്ലൈ ചെയ്യാണ്. അപ്പോൾ അത് ഇതേപോലത്തെ ഒരു ടെക്സ്ചറാണ് എനിക്ക് വരുന്നത്. അപ്പോൾ ഞാൻ 2 കോട്ട് ഈ പേസ്റ്റ് ഞാൻ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഫുള്ള് ഡ്രൈ ചെയ്തതിന് ശേഷം എനിക്കിത് ഇതേപോലത്തെ ഒരു ടെക്സ്ചറാണ്. ഒരു ചോക്ക് പെയിൻറ്റിനൊക്കെ ചെയ്തിട്ടുണ്ടാവില്ല, ഒരു മാറ്റ് ഫിനിഷ്, അതേമാതിരി ഒരു ടെക്സ്ചറാണ് എനിക്ക് കിട്ടിയത്. കുഴപ്പമില്ലാത്ത ടെക്സ്ചർ തന്നെയാണ്. അത് കഴിഞ്ഞിട്ട് ഞാനതിലേക്ക് പെയിൻറ്റ് അപ്ലൈ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഞാനത് അക്രൈലിക് പെയിൻ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഫാബ്രിക് പെയിൻ്റ് ആയാലും കുഴപ്പമില്ല നമുക്ക്. ഇതിപ്പോൾ ഈ ആദ്യത്തെ കോട്ടിങ്ങുള്ളത് ഒന്ന് നന്നായിട്ടൊന്ന് ചുരണ്ടി കഴിഞ്ഞാൽ പോരണമൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് ഫെവിക്കോളും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി ഇതുണ്ടാവും എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇനി വാൾപുട്ടി വെച്ചിട്ട് നിങ്ങൾ ചെയ്ത് നോക്കി നോക്കൂ കേട്ടോ. അപ്പോൾ ഈ പെയിൻറ്റിങ്ങുകൾ ഞാൻ ഇതേപോലെ ബ്ലാക്ക്, നീല, ലൈറ്റ് ബ്ലൂ ഒക്കെ വെച്ചിട്ട് ഇതേപോലെ കൊടുത്തതിന് ശേഷം ഫുള്ള് ഓവറോള് ഒരു കോട്ട് പിങ്ക് പെയിൻ്റ് അടിച്ച് കൊടുത്തു. അപ്പോൾ അത് ഇതേപോലെ ഒരു ഷെയ്ഡൊക്കെ നീലയിലൊക്കെ ഒരു ഷെയ്ഡിങ് വന്നു. ഞാൻ ഇതിൽ ടിഷ്യൂ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ടിഷ്യൂ പേപ്പർ ഒന്നിങ്ങനെ ചുരുട്ടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഒരു ഇലയുടെ ഷേപ്പിൽ, ഇല എന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് ഇലയല്ല, ഇതേപോലെ തന്നെ ഒരു ഇലയുടെ ഷേപ്പിലാണ് ഞാൻ ഇതേപോലെ വെട്ടിയെടുത്തിരിക്കുന്നത്. അപ്പോൾ കുഞ്ഞിതും വലുതുമായിട്ട് ഇങ്ങനെ 6 ഇലകളാണ് ഞാൻ വെട്ടിയെടുത്തിട്ടുള്ളത് ടിഷ്യൂ പേപ്പറിൽ. ഞാൻ ഒരു കോട്ട് ടിഷ്യൂ പേപ്പർ ഒട്ടിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് കട്ടിയിൽ കുറച്ചൊക്കെ വേണമെന്നുണ്ടെങ്കിൽ 2 ഇതേപോലെ 6 എണ്ണം ഉണ്ടാക്കിയിട്ട് മേലേക്ക് ഒന്ന് ഒട്ടിക്കാവുന്നതാണ്. അപ്പം ഞാനിപ്പോൾ ഇതേപോലെ നമ്മുടെ ഗ്ലൂവും 1 ടീസ്പൂൺ പശയ്ക്ക് 1/2 ടീസ്പൂൺ 2:1 എന്ന റേഷ്യോയിൽ വെള്ളവും ഫെവിക്കോളും മിക്സ് ചെയ്തിട്ട് ഞാൻ ഇതേപോലെ അപ്ലൈ ചെയ്തിട്ട് നമ്മുടെ ഈ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ അത് ആദ്യം ഈ 3 വലിയ 3 ഇലകൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുത്തു. ഇത് കുഞ്ഞ് ബോട്ടിലായ കാരണം കൊണ്ടാണ് ഞാൻ ഈ 6 കണക്ക് പറയുന്നത്. ഇത് വലിയ ബോട്ടിലുമ്മേ ചെയ്താൽ ഒന്നുകൂടി ഭംഗി ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഇങ്ങനെ റൗണ്ട് ആൻഡ് ഷേപ്പിലുള്ള ഈ ഒരു ബോട്ടിൽ എനിക്ക് കിട്ടിയുള്ളൂ. അപ്പോൾ ഇത് ഫുള്ള് ഇതേപോലെ 6 ഇതേപോലെ വലിയതും കുഞ്ഞിതും ഇങ്ങനെ ഇടകലർത്തിയിട്ട് ഒട്ടിച്ചതിന് ശേഷം നന്നായിട്ട് ഡ്രൈ ആയിട്ട് ബ്ലാക്ക് അക്രൈലിക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുകയാണ്. ഫുള്ളും ഈ ഇലകൾക്ക് മാത്രം, നമ്മൾ ടിഷ്യൂ പേപ്പർ ഒട്ടിച്ച ഇലകൾക്ക് മാത്രമാണ് ഞാൻ ഇതേപോലെ ഒട്ടിച്ചു കൊടുത്തിട്ടുള്ളത്. നന്നായിട്ട് ഡ്രൈ ആക്കാൻ വയ്ക്കുകയാണ്. അതിനുശേഷം പേൾ ഗോൾഡ് മെറ്റാലിക് കളറ്, ഇത് എൻ്റെ കയ്യിൽ പെയിൻ്റാണ്. നിങ്ങളുടെ കയ്യിൽ പൗഡർ ഉണ്ടെങ്കിൽ, മെറ്റാലിക് ഗോൾഡ് പൗഡർ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഞാൻ അവിടെ ഗോൾഡ് കളറാണ്. ഇതിങ്ങനെ കയ്യിലാക്കിയിട്ട് ഇങ്ങനെ അതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ തുടച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു ആൻറ്റിക് ലുക്ക് പോലെ നമ്മൾ ചെയ്തെടുക്കുകയാണ് ഈ ടിഷ്യൂ പേപ്പറിൻ്റെ മുകളിൽ ഇങ്ങനെ പെയിൻ്റ് അടിച്ചിട്ട്. അപ്പോൾ ഫുള്ള് ഈ ഇലകൾക്ക് മാത്രം ഇതേപോലെ പെയിൻറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടത് ഡ്രൈ ആക്കാൻ വയ്ക്കുകയാണ്. അതിനുശേഷം ഞാൻ എടുത്തിരിക്കുന്നത് നമ്മുടെ ഈ 3D ഔട്ട്ലൈനറില്ലേ, ഡ്രസ്സിലൊക്കെ ചെയ്യുന്ന 3D ഔട്ട്ലൈനർ ഗോൾഡ് കളറാണ് എടുത്തിരിക്കുന്നത്. ഈ ഗോൾഡ് കളർ കൊണ്ട് ഈ ഇലയ്ക്ക് ഫുള്ള് ഔട്ട്ലൈനും പിന്നെ ഇലകളുടെ ഞരമ്പൊക്കെ ഇല്ലേ, ആ ഞരമ്പൊക്കെ ഇങ്ങനെ ജസ്റ്റ് വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഈ 3D ഔട്ട്ലൈനറിന് പകരം ലിക്വിഡ് എംബ്രോയിഡറി ഇല്ലേ, ഗോൾഡൻ കളർ, മെറ്റാലിക് ഗോൾഡ് കളറുള്ള ലിക്വിഡ് എംബ്രോയിഡറി അല്ലെങ്കിൽ ഗ്ലാസ് ലൈനേഴ്സൊക്കെ ഇല്ലേ, അതായാലും മതി. അപ്പോൾ അതുകൊണ്ട് ഇതേപോലെ വരച്ചു കൊടുക്കുകയാണ്. അപ്പോൾ എന്നിട്ട് ഇതിൻ്റെ ഞരമ്പും കാര്യങ്ങളൊക്കെ ഇങ്ങനെ നന്നായിട്ട് വരച്ചിട്ട് ഡ്രൈ ആക്കാൻ വയ്ക്കുകയാണ്. ഈ ഇലകളൊക്കെ വരച്ച് കഴിഞ്ഞതിന് ശേഷം ഇലകളുടെ അടിയിൽ നിന്ന് ഞാനിങ്ങനെ താഴോട്ടേക്ക് ഒരു വള്ളികൾ പോലെ വരകൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഒരു മെറ്റാലിക് ഗോൾഡ് കളർ കൊണ്ട് ഒന്ന് ഇതിൻ്റെ മുകളിൽ ഈ 3D ഔട്ട്ലൈനർ ചെയ്തതിൻ്റെ മുകളിൽ കൂടെ ഒരു ഗോൾഡ് കളറും കൂടി ടച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഗോൾഡൻ കളറ് ഉദിച്ച് നിൽക്കുന്നതായിരിക്കും.
അപ്പോൾ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞ ശേഷം കംപ്ലീറ്റ് ഉണങ്ങിയതിന് ശേഷം ഞാനൊരു ബ്ലൂ കളർ കൊണ്ട് നമ്മുടെ കയ്യിലുള്ള ഒരു ഡാർക്ക് ബ്ലൂ കളർ കൊണ്ട് ഈ കുപ്പിയുടെ മുകൾ ഭാഗത്ത് ക്യാപ്പിൻ്റെ ഭാഗത്തും പിന്നെ ഈ ഞരമ്പുകളല്ല ഈ വരകൾ ഇട്ടതിൻ്റെ ഇടയിൽ കൂടി ഞാനൊരു ഷെയ്ഡിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ ഇതേപോലെ ഷെയ്ഡിങ് കൊടുത്തിട്ട് ഈ വരകൾ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടി നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാൻ പറ്റും. അല്ലെങ്കിൽ നമ്മളിത് സൂക്ഷിച്ച് തന്നെ ചെയ്യണം ഈ വരകളുടെ ഇടയിൽ കൂടെ ഷെയ്ഡിങ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നന്നായിട്ട് ഉണക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഉണങ്ങി കഴിഞ്ഞ ശേഷം ഒരു ക്ലിയർ വാർണിഷ്, പിക്ചർ വാർണിഷ് ഏതായാലും വേണ്ടില്ല, അപ്പോൾ അതുകൊണ്ടൊന്ന് കംപ്ലീറ്റ് അടിച്ചിട്ട് ഉണക്കാൻ വെക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ കുട്ടി ബോട്ടിലാട്ട്. ഉണങ്ങിക്കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് കാണാൻ. ക്യാമറയിൽ കാണാനായിട്ടും ഭംഗിയാണ് നേരിട്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നോക്കണം. കുറച്ചുകൂടി വലിയ ബോട്ടിൽ ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് കാണാം കേട്ടോ. താങ്ക്